പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ഒക്കെ എനിക്ക് ഡിലേ ആണ്, കണ്ടിന്യൂസ് ഷൂട്ട് ഉള്ളതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല ഇടാൻ. ഞാൻ ആഴ്ചയിൽ നേരത്തെ ഇട്ടുകൊണ്ടിരുന്നത് 2-3 വീഡിയോ ഒക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഇനി ആഴ്ചയിൽ ഒരു വീഡിയോ മാത്രമേ കാണുക. പിന്നെ ഇന്ന് എൻ്റെ കൂടെ ദേവുമില്ല, ദേവു വീട്ടിലാണ്. അപ്പോഴവളും കുറച്ച് ദിവസം എൻ്റെ കൂടെ കാണില്ല. ഞാനായിരിക്കും മുമ്പോട്ടുള്ള വീഡിയോകൾ ഇടുന്നത്. അപ്പോഴിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. ഫുഡിലാണ് കേട്ടോ, ഫുഡാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെറൈറ്റി ഒരു ഡിഷാണ്. വേറെ എന്താ, പക്കോറ ഒരുപാട് ഐറ്റം ഉണ്ട്. അതിലൊരു 3 തരം പക്കോറയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെജിറ്റബിൾ പക്കോറ, പ്രോൺസ് പക്കോറ, ഒനിയൻ പക്കോറ, 3 ഐറ്റം പക്കോറയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് നിങ്ങളാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഷിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പരിചയപ്പെടാം. ഇത് ബോയിൽഡ് വെജിറ്റബിൾ ആണ്. ഇതിലുള്ളത് കോളിഫ്ലവർ, ബീൻസ്, ക്യാരറ്റ്. ഞാൻ ഇത് ഒരു 10 മിനിറ്റ് ബോയിൽ ചെയ്ത് ഉപ്പിട്ട് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒനിയൻ. ഇത് പ്രോൺസ് ആണ്, കൊഞ്ചാണ്. ഈ പ്രോൺസ് ഷിംസ് ആണ് നമുക്ക് ഏറ്റവും ബെറ്റർ. ഞാൻ ഇപ്പോൾ നാരനാണ് എടുത്തിട്ടുള്ളത്. മൈദ 100 ഗ്രാം, കടലമാവ് 100 ഗ്രാം, കറിവേപ്പില, സൺഫ്ലവർ ഓയിൽ, ഉപ്പ്, ഒരു മുട്ട. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിവിടെ വേണ്ടത്. നമുക്കപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യാം. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മൈദ, കടലമാവ് ആവശ്യത്തിന് മതി കേട്ടോ. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊന്ന് കഴിക്കുക. അപ്പോൾ നമ്മൾ മുട്ടയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശകലം വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അത് അവിടെ മിക്സായി വച്ചിട്ടുണ്ട്. ഈ പരുവത്തിനെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതിലോട്ട് ശകലം ഉപ്പിട്ട് കൊടുക്കാം. ശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന കറി ലീഫ്, നമ്മുടെ കറിവേപ്പില തട്ടി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക്, ഞാൻ നേരത്തെ കുരുമുളക് പറഞ്ഞില്ലായിരുന്നു, ഞാൻ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ആവശ്യത്തിനൊന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒനിയൻ പക്കോറയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒനിയൻ പക്കോറ ചെയ്യാം. അപ്പോൾ നമുക്ക് ലൈറ്റപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. ഈ ചീനിച്ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഓയിൽ, നമുക്ക് സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് 2-3 സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അവരൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അവരാണിന്ന് ടേസ്റ്റ് ചെയ്യുന്നത്. അവരെല്ലാവരും വന്നിട്ടുണ്ട്, ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇതെന്താവും ഏതാവും എന്ന് ഓർത്ത്. ഓക്കെ, ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിക്കാം. ഇവിടെ ഒരു ബൗൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് അനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒനിയൻ പക്കോറയാണ്. അതിന് വേണ്ടിയിട്ട് മാവ് ശകലത്തിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഒനിയൻ മിക്സ് ചെയ്യും. അപ്പോൾ മാവ് എടുത്തിട്ടുണ്ട്. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒനിയൻ നമ്മൾ അരിഞ്ഞ് വെച്ച് സ്മോളായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ടൈപ്പിൽ അരിയണം. അപ്പോൾ ഇതൊന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതിനെ ജസ്റ്റ് ഒന്ന് ബൗള് പിടിച്ച് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ബൗൾ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പക്കോറ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. വെന്ത് വരാനായിട്ട് ശകലം സമയമെടുക്കും. ഞാൻ ഇവിടെ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിപ്പക്കോറ ഇവിടെ ഏകദേശം ബ്രൗൺ കളറിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഒരല്പം കൂടെ വേകാനുണ്ട്. അപ്പം നമുക്ക് കോരി പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഒനിയൻ പക്കോറ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഒരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ പക്കോറയാണ്. ഓക്കെ, നമുക്ക് മിക്സ് ചെയ്യാം.
സെയിം കുറച്ച് മാവ് എടുക്കുക. അടുത്ത കോളിഫ്ലവർ, ബീൻസ്, ക്യാരറ്റ്, ഈ വെജിറ്റബിൾ നമുക്ക് ബോയിൽ ചെയ്തത് നമുക്ക് ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നേരത്തെ സെയിം അതേപോലെ ബോൾ ജസ്റ്റ് ഒന്ന് ഉരുട്ടി ഓയിലിട്ടിടാം. മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ പക്കോറ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് ഒന്ന് മാറ്റി സെർവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഡിഷും ആയിട്ടുണ്ട്. ഇനി ഫൈനലുള്ളത് നമുക്ക് പ്രോൺസ് പക്കോറയാണ്. അപ്പോൾ ഇതൊന്ന് മാറ്റിയിട്ട് നമുക്ക് പ്രോൺസ് പക്കോറയിലോട്ട് പോകാം. അടുത്ത നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് പക്കോറയാണ്. അപ്പോൾ നമ്മൾ ഫൈനലായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് പക്കോറയാണ്. അപ്പോൾ ഇതിലോട്ടൊന്ന് പ്രോൺസ് ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ബോയിൽ ചെയ്ത് പ്രോൺസ് ആണ് മിക്സ് ചെയ്യാം. പ്രോൺസ് നമുക്ക് അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വെന്തതെല്ലാം നമുക്ക് കോരാം. ഇതൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡിഷ്: ഒണിയൻ പക്കോറ, വെജിറ്റബിൾ പക്കോറ, പ്രോൺസ് പക്കോറ. അപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി 3 എൻ്റെ ചങ്കുകൾ വിളിക്കാം. ഫ്രണ്ട്സ് അല്ല, ബന്ധുക്കളും കൂടെയാണ്. അപ്പോഴേ ഓക്കെ, നമ്മൾ നേരത്തെ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, അബി, മാമൻ്റെ മോൻ. അപ്പോൾ അവൻ്റെ അനിയനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവനും കൂടെ ഇന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ഒന്നോ, ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഗസ്റ്റ്. ഇത് അരുൺ, അമൽ, അജിത്ത്, കുഞ്ചാന്ന് വിളിക്കും. ഇതാണ് എൻ്റെ മാമൻ്റെ രണ്ടാമത്തെ മകൻ. ഓക്കെ, അപ്പോൾ ഇവരെയാണ് ഞാൻ ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഒനിയൻ പക്കോറയാണ് ടേസ്റ്റ് ചെയ്യാൻ പോണേ. കഴിച്ചിട്ട് എന്താണ് അഭിപ്രായം? ഓക്കെ ആണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഓക്കെ പറയാം. ഷെയർ ഓക്കെ, ഷെയർ ചെയ്യും. എന്തോ കൊള്ളാം. ഓക്കെ, കൊള്ളാം. ഉപ്പൊക്കെ കറക്റ്റാണ്. പൊളി, കൊള്ളാം. ഇത് ബീച്ച് സ്റ്റൈലാണ് ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നോർമലി ചെയ്യുന്നത് ചില ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ. അടുത്ത നെക്സ്റ്റ് നമുക്ക് വെജിറ്റബിൾ പക്കോറ. കഴിച്ചു കൂടുതൽ. നിങ്ങൾ ഇതിനു മുമ്പ് ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് വെജിറ്റബിൾ പക്കോറ ഷെയറിംഗ് ആണ്. നിങ്ങൾ ഷെയർ ചെയ്യണമെങ്കിൽ ഞാൻ കഴിയും. ഓക്കെ. ഞാൻ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ക ടേസ്റ്റ് ഇല്ലേ? ഇത് നമ്മുടെ വെജിറ്റബിൾ മിക്സ്, അത് മാവിൽ മിക്സ് ചെയ്ത് താങ്ക് യു. ഫൈനലി നമ്മൾ ചെയ്യുന്നത് പ്രോൺസ് പക്കോറയാണ്. ഓക്കെ, ഹലോ. ആണോ? താങ്ക് യു. ഞാൻ പ്രോൺസ് പക്കോറ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡിഷ് ഇന്ന് ഇവർക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോഴും ഇതാണ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഡിഷ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.